പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്നൊരു പ്രൊപ്പോസൽ പോയൊരു അനുഭവം ഷെയർ ചെയ്യലാണ്. അതായത് നല്ലൊരു പയ്യൻ ഡിഗ്രി ഉയർന്ന മാർക്കോട് കൂടി പാസ്സായി. അതിന് ശേഷം എറണാകുളത്ത് ഒരു കോഴ്സ് എടുത്ത് ആ കോഴ്സും പാസ്സായിട്ട് ഇഷ്ടപ്പെട്ട ജോലി തിരഞ്ഞെടുത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനത്തിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി. പയ്യനാണെങ്കിൽ കാണാൻ അതിസുന്ദരൻ, ഹെൽത്തി, നല്ല ബോഡി, നല്ല ഷേപ്പ്, നല്ല മുഖം, നല്ല കളറ് എല്ലാമുണ്ട്. അതുപോലെ തന്നെ പയ്യനൊക്കെ ജീവിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ വളരെയധികം ഡീസൻറ്റോട് കൂടിയാണ് ജീവിച്ച സാഹചര്യം. അപ്പോൾ പയ്യൻ്റെ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഒരു പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. ഇവർ അച്ഛനും അമ്മയും മക്കളൊക്കെ വളരെ രാജകീയമായിട്ടാണ് ജീവിച്ച് വരുന്നതും അങ്ങനെ തന്നെയാണ്. എനിക്കൊന്നും സ്വപ്നം കാണാൻ പറ്റില്ല, അത്രയധികം നല്ലൊരു ജീവിതം ജീവിച്ചിട്ട് വരുന്ന പയ്യനും കുടുംബമാണ്. അപ്പോൾ ഈ പയ്യൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കൊടുത്ത് ഫ്രണ്ടിനെ അറിയുന്നൊരു പെണ്ണിൻ്റെ വീട്ടുകാർക്ക് കൊടുത്തു. അവർ പറഞ്ഞു ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ അയച്ചതെന്ന് പറഞ്ഞ്, അതേപോലെ തന്നെ ജാതകക്കുറിപ്പ് ഒന്ന് അയക്കണം, ജാതകം ചേരുമെങ്കിൽ, അതുപോലെ തന്നെ പെണ്ണിന് ഫോട്ടോ ഇഷ്ടപ്പെടുമെങ്കിൽ അല്ലെങ്കിൽ ചെറുക്കനെ ഇഷ്ടപ്പെടുമെങ്കിൽ കുഴപ്പമില്ല, കല്യാണം നടത്താമെന്നൊക്കെ പറഞ്ഞിട്ടാണ്, എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ പോകുന്നത്. അങ്ങനെ പെണ്ണ് കാണാൻ പോയി. ഞാനും ഉണ്ടായിരുന്നു കൂടെ. നല്ല ഡീസൻ്റ് മാന്യമായിട്ടാണ് പെണ്ണ് കാണാൻ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരാൾ സ്വീകരിക്കാനില്ല. ഞങ്ങൾ പോയവർ തന്നെ ഈ ചെറുക്കനെയും ചെറുക്കൻ്റെ അച്ഛനെയും വിളിച്ചിട്ട് കയറി ഇരിക്കുക എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇവർ സിറ്റ് ഔട്ടിൽ 2-3 ചെയർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അവരൊന്ന് സ്വീകരിക്കുക, കയറി ഇരിക്കുക എന്നോ അങ്ങനത്തെ ഒരു മര്യാദയും കാട്ടിയില്ല. എൻ്റെ കൂടെ വന്ന എൻ്റെ ഒരു ഫ്രണ്ടും അവനും വളരെയധികം ഇൻസൾട്ടിങ് ആയി. അങ്ങനെ പെണ്ണ് കണ്ടു. പെണ്ണ് ഒരു ആവറേജ്, നല്ല ഭയങ്കര സൗന്ദര്യമുള്ളതോ അല്ലെ ഭയങ്കര ഹൈറ്റും ഒക്കെ ഉള്ള പെണ്ണൊന്നല്ല, ഒരു ആവറേജ് പെണ്ണാണ്. അപ്പോൾ പെണ്ണിനെ കണ്ട് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു പിന്നെ അത് കുറിപ്പ് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ കുറിപ്പ് ഒന്നും ഇങ്ങനെ തപ്പി കളിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് പറഞ്ഞ് കുറിപ്പ് എന്നാൽ പിന്നെ പെണ്ണിൻ്റെ ബ്രദറോട് എൻ്റെ വാട്സപ്പിൽ അയക്കാൻ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ പിന്നെ അവിടെ തേയില സൽക്കാരം ഒന്നും അവരൊന്നിനും ചോദിച്ചില്ല, ഒന്നുമില്ല. അപ്പോൾ പെണ്ണ് കാണാൻ നമ്മൾ ഏത് വീട്ടിൽ നമുക്ക് കയറി ചെല്ലാം. ഇത് ഭിക്ഷയാചിക്കാൻ പോയവരോട് പോലും കയറി ഇരിക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും ദാഹിക്കുന്നോ വെള്ളം എന്തെങ്കിലും വേണോ ചോദിക്കുന്നതാണ് എൻ്റെയൊക്കെ വീട്ടിലെ സമ്പ്രദായം. അതുപോലെ തന്നെയാണ് ഞങ്ങൾ കണ്ടുവരുന്നതും. അതൊന്നുമില്ല, അതൊക്കെ പോട്ടെ. ഒരു സാമാന്യ മര്യാദയുണ്ട്. പെണ്ണിനെ കല്യാണം കഴിച്ച് വിടാൻ താല്പര്യമുണ്ട്, വിടട്ടെ, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല, നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇത് കുറിപ്പ് എൻ്റെ ഫ്രണ്ട് ആ പെണ്ണിൻ്റെ ബ്രദറോട് പറഞ്ഞ് നിൻ്റെ പെങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്, പിന്നെ ആ കുറിപ്പൊന്ന് വാട്സപ്പ് ചെയ്തു തരണം. അപ്പോൾ നമ്മൾ പോയിട്ട് ഇന്നേക്ക് 10 ദിവസം ഇല്ല, നാളെ വ്യാഴാഴ്ച ആകുമ്പോഴേക്ക് 8 ദിവസം ആവും. ഇതുവരെയും അങ്ങനെ യാതൊരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ആ പെണ്ണിൻ്റെ ആ ലൊക്കേഷനിലുള്ള ആളുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഒരാൾ ഇതേമാതിരി 10-15 പ്രപ്പോസൽ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പോലും. അപ്പോൾ ഇതേ അനുഭവം തന്നെയാണ് അവർക്കും ഉണ്ടായത്. അപ്പോൾ ഇവർ ഇതേപോലത്തെ മാതാപിതാക്കൾ അല്ലെങ്കിൽ വീട്ടിലുള്ള ആൾക്കാർ ഈ പെണ്ണിനെയൊക്കെ മൂലക്കാക്കുന്ന സമ്പ്രദായമാണ് ഒരുപാട് കാണുന്നത്. 10-40 വയസ്സായിട്ട് ഇപ്പം കല്യാണം കഴിക്കാത്ത കാര്യമുണ്ട്. അങ്ങനത്തെ നമുക്ക് ഒരുപാട് അറിവിൽ തന്നെയുണ്ട്. 40 വയസ്സായിട്ട് ഇപ്പോഴും അയക്കാത്ത നല്ല ആലോചനയൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഒരു റിപ്ലൈ തന്നാലേ നമുക്ക് കാര്യങ്ങൾ അറിയുക. അപ്പോൾ ഒരു ചൊല്ലുണ്ട്, ഏറെ ബുദ്ധിയുള്ള കാരാടൻ ചാത്തൻ പോയിട്ട് വണ്ണാമ്പലയിലെ കുടുങ്ങുന്നു. അതായത് ഒരു കറുത്ത പക്ഷിയുണ്ട്, അതിന് ഭയങ്കര ബുദ്ധി എന്നാണ് പ്രപഞ്ചത്തിൽ പറയുന്നത്. അപ്പോൾ ആ സാധനം പോയിട്ട് മാറാലയിലാണ് കുടുങ്ങുക, ബാക്കി എവിടെയും കുടുങ്ങില്ല, എവിടെ പോയാലും അത് രക്ഷപ്പെടും. ഈ മാറാലയിൽ വന്നിട്ട് പിന്നെ അതിന് പറക്കാൻ പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, അങ്ങനെ കുടുങ്ങാനാണ് ചാൻസ് എന്നാണ് ഒരഭിപ്രായം. കാരണം ഒരുപാട് പ്രപ്പോസൽ പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കൂട്ടിപ്പോയ ഈ പയ്യൻ്റെ വീട്ടുകാരാണെങ്കിൽ എന്നോട് എന്താ പറയേണ്ടത്, ഒരുപാട് കാര്യം പറഞ്ഞിരുന്നു, അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ എന്തായാലും നല്ലൊരു ഭാവി ആ കുട്ടിക്ക് ഉണ്ടാവട്ടെ.